ഈ 2021 ചരിത്രം എങ്ങനെയാണ് വളച്ചൊടിക്കപ്പെടുന്നത് എന്ന കാര്യം വ്യക്തമാക്കാനാണ് ഞാൻ ഈ സന്ദർഭത്തിൽ അത് പറയുന്നത്. 1921 തോന്നുന്നു ഉദയ് മഹൂർക്കർ, ചിരായു പണ്ഡിറ്റ് എന്ന പേരിലുള്ള 2 പേര് ചേർന്നെഴുതിയ ഒരു പുസ്തകം, വീർ സവർക്കർ ദ മാൻ ഹൂ ഹാസ് പ്രിവെന്റഡ് പാർട്ടീഷൻ എന്ന പേരിലോ, എ മാൻ കുഡ് പ്രിവെന്റ് പാർട്ടീഷൻ എന്നോ മറ്റോ പേരിലുള്ള ഒരു പുസ്തകം പുറത്തിറങ്ങുകയുണ്ടായി. അത് പുറത്തിറക്കിയത്, അത് പ്രകാശനം ചെയ്തത് നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന രാജ്നാഥ് സിംഗ് ആണ് ഇത് ഈ പുസ്തകം പ്രകാശനം ചെയ്തത്. ആ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതിയിട്ടുള്ളത് മോഹൻ ഭാഗവതാണ്. RSSന്റെ സർസംഘ ചാലകായിട്ടുള്ള മോഹൻ ഭാഗവതാണ് ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ പ്രകാശനത്തിനിടയിൽ, പ്രകാശന ചടങ്ങിൽ വെച്ച് രാജ്നാഥ് സിംഗ് വളരെ വിവാദപരമായ ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുകയുണ്ടായി. അത് സവർക്കർ മാപ്പപേക്ഷകൾ നൽകിയത് ഗാന്ധിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് എന്നാണ് രാജ്നാഥ് സിംഗ് അവിടെ പ്രസംഗിച്ചതായി നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അപ്പം നമുക്ക് ഈ 1917 മാപ്പപേക്ഷ വരെ, 1911, 12, 13, 14, 17 ഈ പറയുന്ന മാപ്പപേക്ഷകളൊക്കെ കൊടുക്കുമ്പോഴൊന്നും ഗാന്ധി ചിത്രത്തിലേ ഇല്ല. ഗാന്ധി അതിനു മുമ്പ് സവർക്കറെ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളത് നമ്മൾ ഈ മുൻ എപ്പിസോഡുകളിൽ പറയുണ്ടായി. മദൻലാൽ ദിംഗ്ര കഴ്സൺ വൈലിയെ കൊന്ന ആ സമയത്താണ് അന്ന് ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന സവർക്കറും ഗാന്ധിയും കൂടി ഇന്ത്യക്കാരുടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് എന്ന കാര്യം നമ്മൾ അനുസ്മരിക്കുകയുണ്ടായി. അപ്പം അങ്ങനെ ഒരു പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. മാത്രമല്ല, ദിംഗ്രയുടെ നടപടി അങ്ങേയറ്റം അപലപിക്കേണ്ട ഒന്നായിട്ടാണ് ഗാന്ധി പ്രസ്താവിച്ചതും. മാത്രമല്ല, അതിനെ തുടർന്നാണ് ഹിന്ദ് സ്വരാജ് എന്ന് പറയുന്ന പുസ്തകം ഗാന്ധി എഴുതുന്നതെന്നും നമ്മൾ മുൻ എപ്പിസോഡുകളിൽ പറയുകയുണ്ടായി. അപ്പം ഗാന്ധിയുമായി യാതൊരു ബന്ധവും ഈ സന്ദർഭത്തിലില്ല.